തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ വൻ ക്രമക്കേട്. സൊസൈറ്റിയുടെ അക്കൌണ്ടിൽ നിന്ന് 46 ലക്ഷം രൂപ കാണാതായി. ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തയച്ചു. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ലക്ഷങ്ങൾ കാണാതായിട്ടുള്ള സംഭവമാണ്. ഇതിലിപ്പോൾ നടപടികളിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു അല്ലേ? റോഷി, തീർച്ചയായും. കാരണം വളരെ ഗുരുതരമായ ക്രമക്കേടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത്. ഓഡിറ്റ് പരിശോധനയിലാണ് 46 ലക്ഷം രൂപയുടെ കുറവ്, 46 ലക്ഷം രൂപ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത്. 2019-2020 കാലത്തെ ഓഡിറ്റ് പരിശോധിക്കുമ്പോഴാണ് 46 ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 6 ലക്ഷം രൂപ തിരിച്ചടച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഓഡിറ്റിൽ ബോധ്യമായിട്ടുള്ളത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആരോഗ്യ വകുപ്പിന് കൈമാറിയതോടുകൂടിയാണ് ഇതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ ക്രിമിനൽ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നുമാണ് ആഭ്യന്തരമന്ത്രിക്ക് അയച്ച കത്തിൽ ആരോഗ്യമന്ത്രി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓഡിറ്റ് നടത്തി വരുന്നുണ്ട്. ഓരോ വർഷത്തെയും ഓഡിറ്റ് പരിശോധിക്കുന്ന കൂട്ടത്തിലാണ് 2019-20 കാലത്ത് 46 ലക്ഷം രൂപയുടെ കുറവ് പരിശോധനയിൽ കണ്ടെത്തുന്നത്. എങ്ങനെയാണ് ഇത്രയും ലക്ഷം രൂപ ഈ കാണാതാവുക അല്ലെങ്കിൽ ബാങ്കിൽ അടയ്ക്കാതിരിക്കുക എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇതിൽ ആരെങ്കിലും തന്നെ ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന ആവശ്യമാണ്. അതിന്റെ കൂടി ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ ഈ ആഭ്യന്തര മന്ത്രിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു കത്ത് ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നത്. നിലവിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് സൂപ്രണ്ട് കൈമാറിയിട്ടുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം നടക്കുമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.